ഞങ്ങൾ ഇന്ന് ടൂറെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊന്നത്തടിയിലുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹോം സ്റ്റേയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഹോം സ്റ്റേയുടെ പേര് ഞങ്ങളുടെ ഫ്രണ്ടിനാണ് കൊന്നത്തടി. സീസ പള്ളിയുടെയൊക്കെ അടുത്താണിത്. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏജൻസി ഇല്ലെന്നാണ് പേര്. ഇതാണ് ഹോസ്റ്റലിൻ്റെ വീട്. ഓണർ തന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ എവിടെയോ മാറി നിന്ന് നോക്കിയാൽ മൂന്നാർ കാണാം എന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് കാണത്തുമില്ല. ഇതാണ് ആ റൂട്ട്. റോഡിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. മാറി കേട്ടോ. ജോർജ് എന്നാണ് ബസ്സിൻ്റെ പേര്. നല്ല തണുപ്പാണ് അവിടെ. ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ സാധനങ്ങളെല്ലാം ഇപ്പോൾ അകത്താണ് വെച്ചിരിക്കുന്നത്. ഇവിടെ റൂമുണ്ട്. അവിടെ പോയി മൊത്തം റൂമുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. സിറ്റ് ഔട്ടുണ്ട്, ബെഡ്ഷീറ്റുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ കയറി വരുമ്പോൾ അവിടെ ഒരു ഇരിക്കാനുള്ള ഇതൊക്കെയുണ്ട്. പിന്നെ അയൺ ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. വലിയ റൂമാണ്. ഇതിപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ അലങ്കോലമായിട്ട് കിടക്കുന്നതാണേ. ഒരു ബാത്റൂമുണ്ട്. കിച്ചൺ, ബാത്റൂം ഒക്കെ അവിടെയുണ്ട്. അടിപൊളി ബാത്റൂമാണ്, കുഴപ്പമില്ല. പിന്നെ വരുമ്പോൾ ഹാള്, ബെഡുണ്ട്. ഒരു ബെഡ്, ഇതൊരു വലിയൊരു കട്ടിലുണ്ട്, ബെഡുമുണ്ട്. 3 പേർക്ക് കിടക്കാവുന്നത്. ഇവിടെയും 2 പേർക്ക് കിടക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വന്നു കഴിയുമ്പം റൂമുണ്ട്. TV ഉണ്ട്. ഇത് പഴയ കാലത്തെ സാധനങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നു. പെട്രോൾ ബാഗ്സ്. പണ്ടത്തെ ചിമ്മിനി വിളക്കല്ലേ,
ചിമ്മിനികൾക്ക് പെട്രോമാക്സ്. പക്ഷെ വീട്ടിലൊക്കെ പെട്രോമാക്സ് 2 3 എണ്ണം എവിടെ പോയെന്ന് അറിയത്തില്ല. ഇതൊക്കെ പഴയ VCD അല്ലേ, പഴയ കാസറ്റുകളെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ ഇളയ പെങ്ങള് മൈസൂരായിരുന്നു. ഇതാണ് കിച്ചൺ. ഇവിടെ ഒരു സ്റ്റൗ ഉണ്ട്, നമുക്ക് ചായ എന്ത് വേണ്ടിയിട്ട് കഴിക്കാം. പിന്നെ ഇതാണ് ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പുറത്തെടുത്ത് വയ്ക്കും. എല്ലാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ ആദ്യത്തെ ആവശ്യമുണ്ട് വീടാണ്. പുതിയ വീട് വെച്ച് കഴിഞ്ഞപ്പം അപ്പുറത്തേക്ക് മാറിയില്ല. എല്ലാം ഉണ്ട്, പഴയ വീട്ടിൽ എല്ലാ സാധനങ്ങളും അവർ എല്ലാം കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങിയാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലൊരു അരകല്ലൊക്കെ ഇരിക്കുന്നുണ്ട്. പുറത്തോട്ട് സൗകര്യമുണ്ട്. ഈ വീടാണ് അവരുടെ പുതിയ വീട്. ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് ഇതിൻ്റെ ഫോൺ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഹായ്, സ്ട്രോബെറി നിൽക്കുന്നുണ്ടോ? ഇതിൽ പൂവായിട്ടുണ്ട്. അല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് സ്ട്രോബെറി. ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. ഇതാണ് പുറത്തുനിന്നുള്ള വീടിൻ്റെ വ്യൂ. ഇവിടുത്തെ വീട്ടിലെ അപ്പച്ചനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. പൂവുള്ളൊരു ചെടിയാണ് ഇത്. നല്ല രസമുണ്ട് കാണാൻ. ഒരു മരം. അപ്പോൾ ആർക്കെങ്കിലും ഹോം സ്റ്റേ ആവശ്യമുണ്ടെങ്കിൽ ഇടുക്കി മൂന്നാർ ഏരിയയിലേക്ക് വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഇടമാണിത്. ആ ബോർഡിൽ ഫോൺ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാലും മതി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ശരി, ഓക്കെ, ബൈ.